ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഓൺലൈൻ ക്ലാസ് ഓഫ് AET. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് വേവ് ആണ്. മൊഡ്യൂൾ 6-ൻ്റെ രണ്ടാമത്തെ ടോപ്പിക്കാണ്. ഒരു TM വേവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, TM വേവിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ഓൺലി ഇൻ എ ഡയറക്ഷൻ ട്രാൻസ്വേഴ്സ് ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഡയറക്ഷനിൽ മാത്രം മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ വേവിന് പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ TM വേവ് എന്ന് പറയും. ഈ TM വേവിന് പല മോഡുകളുണ്ട്. TM01C, TM10, TM11, TM12 ഇങ്ങനെയൊക്കെ പല മോഡുകളിലാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതിനെല്ലാം കൂടി ജനറലൈസ് ചെയ്യാൻ വേണ്ടിയാണ് TM എഴുതിയിട്ട് സഫിക്സ് ആയിട്ട് M, N എന്ന് കൊടുക്കുന്നത്. അപ്പം Z ഡയറക്ഷനിലാണ് നിങ്ങളുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡ് X ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, Z ഡയറക്ഷനിലുള്ള എന്താണ് നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പം Z ഡയറക്ഷനിലാണ് നിങ്ങളുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് HZൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ഇൻ ഓൾ 3 ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് 3 ഡയറക്ഷനിലും എക്സിസ്റ്റ് ചെയ്യും. അപ്പം ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇക്ക് ഇവിടെ 3 കമ്പോണൻസ് കാണും: EX, EY, EZ. HZൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളത് ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. ഈ കണ്ടീഷൻസ് ആദ്യം നമ്മളൊരു വേവിനെ തന്നിട്ടുണ്ട്. EZൽ ഇലക്ട്രിക് ഫീൽഡ് കാണിക്കുന്നു, HXലും HYയിലും മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്നു, EXലും EYയിലും ഇലക്ട്രിക് ഫീൽഡ് കാണിക്കുന്നു. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ അസ്യൂം ചെയ്യുന്നു. ഒരു TM വേവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ അസ്യൂം ചെയ്യുന്നു. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ റെപ്രസെൻറ്റേഷൻ ഡോ² EX ഡിവൈഡഡ് ബൈ ഡോ² പ്ലസ് ഡോ² EZ ഡിവൈഡഡ് ബൈ ഡോ² പ്ലസ് H² EZ ഈസ് ഈക്വൽ ടു 0. ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് EZന് പകരം ഞാൻ ക്യാപിറ്റൽ X, Y എന്ന് എഴുതാം. എക്സും വൈയും ഫംഗ്ഷനാണ്. ഫംഗ്ഷൻസ് ഓഫ് സ്മോൾ ലെറ്റർ എക്സും സ്മോൾ ലെറ്റർ വൈയുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡോ² EZ ബൈ ഡോ² എങ്ങനെ എഴുതാൻ പറ്റും? ഡോ² XY ഡിവൈഡഡ് ബൈ ഡോ². അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുന്ന x² ആയതുകൊണ്ട് y കോൺസ്റ്റൻ്റ് ആണ്. Therefore y can be taken outside the derivative. Therefore we will get ഡോ² EZ by ഡോ² is equal to y into ഡോ² x divided by ഡോ². അതുപോലെ ഡോ² EZ ഡിവൈഡഡ് ബൈ ഡോ² എങ്ങനെ എഴുതാം? ഡോ² ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് x, y ഡിവൈഡഡ് ബൈ ഡോ² വിച്ച് ഈസ് ഈക്വൽ ടു x ഇൻറ്റു ഡോ² y ഡിവൈഡഡ് ബൈ ഡോ². അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പം ഇക്വേഷൻ നമ്പർ 1 കിട്ടും. അതായത് y ഇൻറ്റു ഡോ² x ഡിവൈഡഡ് ബൈ ഡോ² പ്ലസ് x ഇൻറ്റു ഡോ² y ഡിവൈഡ് ബൈ ഡോ² പ്ലസ് H² XY ഈസ് ഈക്വൽ ടു 0. ഇനി ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ഡിവൈഡ് ബൈ XY ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 1/x ഇൻറ്റു ഡോ² x ഡിവൈഡഡ് ബൈ ഡോ² പ്ലസ് 1/y ഇൻറ്റു ഡോ² y ഡിവൈഡ് ബൈ ഡോ² പ്ലസ് H² ഈസ് ഈക്വൽ ടു 0. ഇനി ഈ 1/x ഡോ² x ഡിവൈഡ് ബൈ ഡോ² പകരം മൈനസ് A²ഉം 1/y ഇൻറ്റു ഡോ² y ഡിവൈഡ് ബൈ ഡോ² പകരം മൈനസ് B² ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും -A² മൈനസ് B² പ്ലസ് H² ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ A² പ്ലസ് B² ഈസ് ഈക്വൽ ടു H² എന്ന് പറയാം. അപ്പം ഇക്വേഷൻ നമ്പർ 8ഉം 9ഉം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? കോഎഫിഷ്യൻസിനെ എടുത്ത് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പം ഡോ² x ഡിവൈഡ് ബൈ ഡോ² പ്ലസ് A² x ഈസ് ഈക്വൽ ടു 0 വരും. ഡോ² y ഡിവൈഡ് ബൈ ഡോ² പ്ലസ് B² y ഈസ് ഈക്വൽ ടു 0 വരും. ഈ രണ്ട് ഇക്വേഷൻ കിട്ടുന്ന വേറൊന്നുമല്ല, 1/x ഇൻറ്റു ഡോ² x ഡിവൈഡ് ബൈ ഡോ² എന്ന് പറയുന്നത് മൈനസ് A² ആണ്. അതിനെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരുമ്പോൾ പ്ലസ് A² ആവും. അതിനെ LCM വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡോ² പ്ലസ് ഡോ² x ഡിവൈഡ് ബൈ ഡോ² പ്ലസ് A² x ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് ഇക്വേഷൻ നമ്പർ 8ഉം 9ഉം കിട്ടുന്നത്. അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് x ഈസ് ഈക്വൽ ടു K1 cos BX പ്ലസ് K2 sin BX എന്നും y ഈസ് ഈക്വൽ ടു K3 cos AY പ്ലസ് K4 sin AY എന്ന് കിട്ടും. ഇതിനെ നമ്മൾ EZൻ്റെ ഇക്വേഷനകത്ത് കൊടുക്കുക. EZ ഈസ് ഈക്വൽ ടു x ഇൻറ്റു y ആണ്. അപ്പോൾ അതിനകത്തുനിന്ന് K1 cos BX പ്ലസ് K2 sin BX ഇൻറ്റു K3 cos AY പ്ലസ് K4 sin AY എന്ന് പറയുന്നു. ഇനി ഇതിലൂടെ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെക്റ്റാങ്കുലർ വേവ് ഗൈഡിനകത്ത് ദ ലെങ്ത് ഓഫ് ദ വേവ് ഗൈഡ് എക്സ്റ്റെൻഡ് ഫ്രം x ഈസ് ഈക്വൽ ടു 0 to a ബ്രെഡ്ത്ത് എക്സ്റ്റെൻഡ് ഫ്രം y ഈസ് ഈക്വൽ ടു 0 to y ഈസ് ഈക്വൽ ടു b യുമാണ്. അപ്പോൾ ഈ
വാൾസ് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലുമാണ്. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്താണ്, ഇസഡ് ഡയറക്ഷനിൽ നമ്മൾ 0 ആയിട്ട് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഇസഡ് ഈസ് ഈക്വൽ ടു 0 ഫോർ ഓൾ കണ്ടീഷൻ എലോങ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ കണ്ടക്ടർ. എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും നമ്മൾ ലെങ്ത് ഓഫ് ദ കണ്ടക്ടറിലും ബ്രെഡ്ത്ത് ഓഫ് ദ കണ്ടക്ടറിലും ഇസഡിൻ്റെ വാല്യൂ 0 ആയിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ലെങ്ത്തിൻ്റെ കണ്ടീഷൻ കൊടുക്കുക. അപ്പോൾ ഇസഡ് ഈസ് ഈക്വൽ ടു 0 ഫോർ എക്സ് ഈസ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈസ് ഈക്വൽ ടു എ വരെയും, ഫോർ വൈ ഈസ് ഈക്വൽ ടു 0 മുതൽ വൈ ഈസ് ഈക്വൽ ടു ബി വരെയും. അങ്ങനെ 4 കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ഇസഡിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച് എഴുതി വെച്ചു. അപ്പം ഇസഡ് ഈസ് ഈക്വൽ ടു K1 കോസ് ബി എക്സ് പ്ലസ് K2 സൈൻ ബി എക്സ് ഇൻറ്റു K3 കോസ് എ വൈ പ്ലസ് K4 സൈൻ എ വൈ. ഇതിനകത്ത് ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. അതായത് വൈ ഈസ് ഈക്വൽ ടു 0യും ഇസഡ് ഈസ് ഈക്വൽ ടു 0യും. വൈ ഇസഡ് ഈസ് ഈക്വൽ ടു 0 വരുമ്പം ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആകും. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ വൈ ഈസ് ഈക്വൽ ടു 0 ആകുമ്പോഴത്തേക്കും നമുക്ക് 2 ടേം ഉണ്ട്, കോസ് എ വൈയും സൈൻ എ വൈയും. സൈൻ എ വൈ എന്ന് പറയുന്നത് സൈൻ 0 ആയിട്ട് പോകും. അത് കാരണം എന്താണ്, we will get എന്താ K1 കോസ് ബി എക്സ് പ്ലസ് K2 സൈൻ ബി എക്സ് ഇൻറ്റു K3. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്, അതുകൊണ്ട് K3. ഈ K1 കോസ് ബി എക്സ് പ്ലസ് K2 സൈൻ ബി എക്സ് 0 ആവില്ല. ദെർഫോർ നമ്മൾ K3യെ 0 ആയിട്ട് അസ്യൂം ചെയ്തു. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഇസഡിൻ്റെ ഇക്വേഷനിൽ കൊടുത്തു. അപ്പോൾ ഇസഡിൻ്റെ ഇക്വേഷൻ K1 കോസ് ബി എക്സ് പ്ലസ് K2 സൈൻ ബി എക്സ് ഇൻറ്റു K4 സൈൻ എ വൈ മാത്രമാകും. കാരണം K3 എന്ന് പറയുന്നത് 0 ആകുമ്പോൾ K3 കോസ് എ വൈ 0 ആയിട്ട് മാറും. ഇതിലോട്ട് നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇസഡ് ഈസ് ഈക്വൽ ടു 0 അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇസഡ് ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്താണ് 0 വരും. നമ്മുടെ ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0 വരും. 0 ഈസ് ഈക്വൽ ടു K1 കോസ് ബി ഇൻറ്റു എക്സിൻ്റെ വാല്യൂ ആണ് 0 പ്ലസ് K2 സൈൻ ബി ഇൻറ്റു 0 പ്ലസ് K3 കോസ് എ വൈ പ്ലസ് K4 സൈൻ എ വൈ. ഇതിനകത്തുനിന്ന് കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്, അതുകൊണ്ട് K1 ഇൻറ്റു സൈൻ 0 ആകും, അതുകൊണ്ട് K2 പോകും. ദെർഫോർ K1 ഇൻറ്റു K3 കോസ് എ വൈ പ്ലസ് K4 സൈൻ എ വൈ എന്ന് കിട്ടും. ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് കിട്ടും, K3 കോസ് എ വൈ പ്ലസ് K4 സൈൻ എ വൈ ഒരിക്കലും 0 ആവത്തില്ല. അപ്പോൾ 2 ടേംസ് ഉണ്ട്, K1 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് വേറൊരു ടേം. ഈ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 0 ആയിരിക്കണം. പക്ഷേ ഒരു ടേം K3 കോസ് എ വൈ പ്ലസ് K4 സൈൻ എ വൈ 0 ആകത്തുമില്ല. അപ്പോൾ പിന്നെ 0 ആവുന്ന ഏതായിരിക്കും, K1 0 ആകും. ഓക്കെ, ഇത് നമ്മൾ വീണ്ടും ഇസഡിൻ്റെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ഇസഡ് ഈസ് ഈക്വൽ ടു K2 K4 സൈൻ ബി എക്സ് സൈൻ എ വൈ എന്ന് വരും. ഇതെങ്ങനെ കിട്ടുന്നതെന്ന് അറിയാമോ, K1ഉം K3യും 0 ആണെന്ന് ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ഇസഡിൻ്റെ ഇക്വേഷനിൽ കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇസഡ് ഈസ് ഈക്വൽ ടു K2 K4 സൈൻ ബി എക്സ് സൈൻ എ വൈ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ കൊടുക്കുക, എന്താ ഇസഡ് ഈസ് ഈക്വൽ ടു 0 അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ. വീണ്ടും 0 ഈസ് ഈക്വൽ ടു K2 K4 സൈൻ ബി എ സൈൻ എ വൈ. ഇതിനകത്തുനിന്ന് K2നും K4നും ഒരിക്കലും 0 ആവാൻ പറ്റത്തില്ല. സൈൻ എ വൈ ഓൾസോ കാൺ ബി 0. ദെർഫോർ വി ക്യാൻ അസ്യൂം ദാറ്റ് സൈൻ ബി എ, ഇതൊരു അസംഷനാണ്, ഈ ഒരു കണ്ടീഷൻ്റെ ഒരു അസംഷനാണ്. ഇങ്ങനെ തന്നെ നമ്മൾ അസ്യൂം ചെയ്യുക ഡെറിവേഷൻ ചെയ്യാൻ വേണ്ടി. അപ്പം സൈൻ ക്യാപിറ്റൽ ബി സ്മോൾ ഐ ഈസ് ഈക്വൽ ടു 0, സൈനിനെ 0യുടെ ടേമിൽ കൊടുക്കുന്നു. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 0 ഈസ് ഈക്വൽ ടു ബി എ. ദെർഫോർ സൈൻ ഇൻവേഴ്സ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എം പൈ ആണ്. എം പൈ ഈസ് ഈക്വൽ ടു ബി എ. ദെർഫോർ ബി ഈസ് ഈക്വൽ ടു എം പൈ ബൈ എ. ഇതിലോട്ട് ഞാൻ ഫോർത്ത് കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണ്. ഫോർത്ത് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് ഈസ് ഈക്വൽ ടു 0 അറ്റ് വൈ ഈസ് ഈക്വൽ ടു ബി. ഇസഡ് ഈസ് ഈക്വൽ ടു 0 അറ്റ് വൈ ഈസ് ഈക്വൽ ടു ബി. അപ്പോൾ എന്തുണ്ട്, എൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും, ഇസഡ് ഇൻറ്റു K2 K4 സൈൻ ബി എക്സ് സൈൻ എ വൈ. ഇനി ഇതിനകത്ത് എയുടെ വൈയുടെ വാല്യൂ ബി കൊടുത്തു. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു K2 K4 സൈൻ ബി എക്സ് സൈൻ എ ബി. K2 K4 ഒരിക്കലും 0 ആവത്തില്ല, സൈൻ ബി എക്സും 0 ആവത്തില്ല. ദെർഫോർ സൈൻ എ ബി ഈസ് ഈക്വൽ ടു 0. ഇനി ഈ സൈനിനെ 0യുടെ കൂടെ ഇപ്പുറത്ത് വരുമ്പം സൈൻ ഇൻവേഴ്സ് 0 ഈസ് ഈക്വൽ ടു എ ബി. ദാറ്റ് ഇംപ്ലിക്കേറ്റ് ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു എൻ പൈ ബൈ ബി. അപ്പോൾ നിങ്ങളുടെ ഇക്വേഷൻ എങ്ങനെ വരും, ഇസഡ് ഈസ് ഈക്വൽ ടു K2 K4 സൈൻ എം പൈ ബൈ എ എക്സ് സൈൻ എൻ പൈ ബൈ ബി വൈ. ഇനി K2 K4 എന്ന് വരാൻ K ഡാഷ് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇസഡ് ഈസ് ഈക്വൽ ടു K ഡാഷ് സൈൻ എം പൈ ബൈ എ ഇൻറ്റു എക്സ് സൈൻ എൻ പൈ ബൈ ബി ഇൻറ്റു വൈ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ്. അതായത് ഇസഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്, ഇസഡ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ്, അതുകൊണ്ട് അത് വേരി ചെയ്യും. ആ വേരി ചെയ്യുന്നതിനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മുടെ എക്സ്പോണൻഷ്യൽ പാരാമീറ്റർ ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് കൊടുക്കുന്നത്. പിന്നെ എച്ച് ഇസഡിൻ്റെ വാല്യൂ 0 എന്ന് ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്തു. ഇതാണ് ഇക്വേഷൻ ഫോർ
ടി എം വേവ്. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് ബാക്കി കണ്ടുപിടിക്കേണ്ടത് കട്ട് ഓഫ് ഫ്രീക്വൻസി, അതുപോലെ തന്നെ കട്ട് ഓഫ് വേവ് ലെങ്ത്ത്, വേവ് ഇമ്പഡൻസ്, ഇങ്ങനെ 3-4 പാരാമീറ്റേഴ്സും കൂടെ കണ്ടുപിടിക്കാനുണ്ട്. നമ്മൾ അതിലോട്ട് പോവുകയാണ്. അതിനു മുമ്പ് നമുക്ക് HZ 0 ആണെന്ന് കിട്ടി. ഇനി EXും EYയും EZൻ്റെയൊക്കെ EXൻ്റെ EYയുടെയൊക്കെ ഇക്വേഷൻസ് നമുക്ക് കിട്ടണം. നമ്മൾ അതിലോട്ട് പോവുകയാണ്. അതിനുവേണ്ടി ആദ്യം നമ്മൾ EYയുടെ ഇക്വേഷൻ ഫസ്റ്റ് ഡെറിവേഷനിൽ നിന്ന്, അതായത് ഒരു റെക്ടാങ്കുലർ വേവ് ഗൈഡിലുള്ള y കമ്പണൻറ്റ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ EY ഈസ് ഈക്വൽ ടു മൈനസ് ഗാമ H സ്ക്വയർ ഇൻറ്റു ഡോ EZ ബൈ ഡോ വൈ പ്ലസ് ജെ ഒമേഗ മ്യൂ H സ്ക്വയർ ഇൻറ്റു ഡോ HZ ഡിവൈഡഡ് ബൈ ഡോ വൈ. ഇനി ടി എം വേവ് എടുക്കുമ്പോൾ HZ 0 ആണ്, അതുകൊണ്ട് ഡോ HZ ഡിവൈഡ് ബൈ ഡോ വൈ 0 ആവും. പിന്നെ അവശേഷിക്കുന്ന ടേം മൈനസ് ഗാമ H സ്ക്വയർ ഇൻറ്റു ഡോ EZ ഡിവൈഡ് ബൈ ഡോ വൈ ആണ്. EZൻ്റെ വാല്യൂ നമുക്കറിയാം, കെ ഡാഷ് സൈൻ എം പൈ ബൈ എ എക്സ് ഡോട്ട് സൈൻ എൻ പൈ ബൈ ബി വൈ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. ദെയർഫോർ സൈൻ വൈയുടെ ടേമിനകത്ത് മാത്രമേ വരത്തുള്ളൂ. അതിനെ ഇൻറ്റു എൻ പൈ ബൈ ബി എന്ന് കൊടുത്തു, ഇൻറ്റു എൻ പൈ ബൈ ബി എന്ന് കൊടുത്തു. അപ്പം ഡോ EZ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു കെ ഡാഷ് സൈൻ എം പൈ ബൈ എക്സ് ഇൻറ്റു സൈൻ എൻ പൈ ബൈ ബി ഇൻറ്റു വൈ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് ഇൻറ്റു എൻ പൈ ബൈ വി എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ EYയുടെ എക്സ്പ്രഷൻ ഇതുപോലെ വരും, മൈനസ് ഗാമ H സ്ക്വയർ ഇൻറ്റു കെ ഡാഷ് സൈൻ എം പൈ ബൈ എ എക്സ് ഇൻറ്റു സൈൻ എൻ പൈ ബൈ ബി വൈ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി മൈനസ് ഗാമ ഇസഡ് ഇൻറ്റു എൻ പൈ ബൈ ബി എന്ന് കിട്ടും. അതുപോലെ HXൻ്റെ ഇക്വേഷനിനകത്തും ഡോ EZ ബൈ ഡോ വൈ ചെയ്യണം. HZ 0 ആണ്, അവിടെയും നമുക്ക് എന്താണ് ഇതുപോലെ തന്നെ അടുത്ത വാല്യൂസ് കിട്ടുകയാണ്. കെ ഡാഷ് ഇൻറ്റു സൈൻ എം പൈ ബൈ എ ഇൻറ്റു എക്സ് ഇൻറ്റു സൈൻ എൻ പൈ ബൈ ബി വൈ ഇൻറ്റു എൻ പൈ ബൈ ബി എന്ന് കിട്ടുന്നു. അപ്പോൾ ആ വാല്യൂ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ EYയുടെ വാല്യൂ കിട്ടും. ഇതുപോലെ തന്നെ EXൻ്റെ വാല്യൂ കാണാൻ വേണ്ടി EXൻ്റെ എക്സ്പ്രഷനകത്ത് ഡോ EZ ബൈ ഡോ HZ ബൈ ഡോ വൈ കൊടുക്കും. HZൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഡോ EX ഡിവൈഡഡ് ബൈ ഡോ EZ ഡിവൈഡ് ബൈ ഡോ EX കൊടുക്കുക. ഡോ EX കൊടുക്കുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് വീണ്ടും കാണുമ്പോൾ എം പൈ ബൈ എയും കൂടെ വരും. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷനകത്ത് എക്സ്പ്രഷൻ EX ഇസ് ഈക്വൽ ടു മൈനസ് ഗാമ ബൈ H സ്ക്വയർ ഇൻറ്റു കെ ഡാഷ് ഇൻറ്റു സൈൻ എം പൈ ബൈ എ ഇൻറ്റു എക്സ് ഇൻറ്റു സൈൻ എൻ പൈ ബൈ ബി ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി മൈനസ് ഗാമ ഇസഡ് ഇൻറ്റു എം പൈ ബൈ എ എന്ന് നമുക്ക് കിട്ടും. എന്താ റെക്റ്റാങ്കുലർ വേവ് ഗൈഡ് ഒരു ഹൈ പാസ് ഫിൽട്ടറായിട്ട് എങ്ങനെ ആക്ട് ചെയ്യും? അപ്പോൾ H സ്ക്വയർ ഈസ് ഈക്വൽ ടു എം പൈ ബൈ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് എൻ പൈ ബൈ ബി ദ ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ H സ്ക്വയറിൻ്റെ ജനറൽ ഇക്വേഷൻ ഗാമ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ആണ്. ഈ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പം ഈ ഗാമ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ഈസ് ഈക്വൽ ടു എം പൈ ബൈ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് എൻ പൈ ബൈ ബി ദ ഹോൾ സ്ക്വയർ എന്നാണ്. ദെയർഫോർ ഗാമ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എം പൈ ബൈ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് എൻ പൈ ബൈ ബി ദ ഹോൾ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ. ഓക്കെ, ഇനി ഈ ടേമിനകത്ത് അറ്റ് ലോവർ ഫ്രീക്വൻസി കുറവാകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ആണ് ചെറുത്, എം പൈ ബൈ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് എൻ പൈ ബൈ ബി ആണ് വലുത്. അങ്ങനെ വരുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോഴത്തേക്കും എന്താണ് റൂട്ടിനകത്തുള്ള ടേം റിയൽ ആണ്. അതുകൊണ്ട് റിയൽ ടേമിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ അതും റിയൽ ആണ്. Therefore, gamma is found to be real. അപ്പോൾ ഗാമയുടെ വാല്യൂ ആൽഫ പ്ലസ് ജെ ബീറ്റയാണ്. അപ്പോൾ അത് ജെ ബീറ്റ ഇമാജിനറി ആണ്. Therefore, ഗാമ ഈസ് ഈക്വൽ ടു നമുക്ക് ആൽഫ എന്ന് പറയാം. ദാറ്റ് ഇംപ്ലിക്കേറ്റ് ദാറ്റ് എന്താണ് ഉള്ളി ആൽഫ എന്താ അറ്റുനേഷൻ കോൺസ്റ്റൻറ്റ് എക്സിസ്റ്റ് ചെയ്യും. ബീറ്റ എന്ന് പറയുന്ന ഇമാജിനറി ടേം ഇല്ല. അതും കൊണ്ട് തന്നെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യത്തില്ല, അറ്റുനേഷൻ മാത്രമേ സംഭവിക്കത്തുള്ളൂ. അത് കാരണം അവിടെ ഫേസ് ഷിഫ്റ്റും ഉണ്ടാവാറില്ല. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ കൊടുക്കുകയാണ്. ഗാമ ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഗാമ ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ 0 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എം പൈ ബൈ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് എൻ പൈ ബൈ ബി ദ ഹോൾ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ. അപ്പോൾ അതിനെ സ്ക്വയർ ചെയ്യുമ്പം എഗെയിൻ സ്ക്വയർ 0 ഈസ് ഈക്വൽ ടു എം പൈ ബൈ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് എൻ പൈ ബൈ ബി ദ ഹോൾ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ഈസ് ഈക്വൽ ടു 0 വരും. ഇനി ഈ മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോണിനെ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്ത് എഴുതുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ഈസ് ഈക്വൽ ടു എം പൈ ബൈ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് എൻ പൈ ബൈ ബി ദ ഹോൾ സ്ക്വയർ എന്ന് വരും.
ഇനി ഇതിനകത്ത് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 മ്യൂ എപ്സിലോണിനെ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വരുമ്പം ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/മ്യൂ എപ്സിലോൺ ഇൻറ്റു എന്താണ് ബ്രാക്കറ്റിനകത്ത് നമുക്ക് എന്ത് കിട്ടും m π/a ദ ഹോൾ സ്ക്വയർ പ്ലസ് n π/b ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അത് ഒമേഗ സ്ക്വയർ ആണ്. ഇനി ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ സി ആണെങ്കിൽ ഒമേഗ സി ഈസ് ഈക്വൽ ടു റൂട്ട് കാണണം. അപ്പം 1/√മ്യൂ എപ്സിലോൺ ഇൻറ്റു റൂട്ട് ഓഫ് m π/a ദ ഹോൾ സ്ക്വയർ പ്ലസ് n π/b ദ ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ ഒമേഗ സി ഈസ് ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് ബീറ്റ ചേഞ്ചസ് ഫ്രം റിയൽ ടു ഇമാജിനറി. ബീറ്റയുടെ വാല്യൂ റിയലിൽ നിന്ന് ഇമാജിനറി ആയിട്ട് മാറുന്ന കണ്ടീഷനിലുള്ള ഒമേഗയുടെ വാല്യൂ ആണ് ഒമേഗ സി. ആ ഒമേഗ സി ആണ് കട്ട് ഓഫ് ആംഗുലാർ ഫ്രീക്വൻസി. ഒമേഗ സിക്ക് പറയുന്ന പേരാണ് കട്ട് ഓഫ് ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയും. അപ്പോൾ ഹയർ ഫ്രീക്വൻസി ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1-നകത്ത് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോണിൻ്റെ വാല്യൂ ഗ്രേറ്റർ ആവും m π/a ദ ഹോൾ സ്ക്വയർ പ്ലസ് n π/b ദ ഹോൾ സ്ക്വയറിനേക്കായി. അത് കാരണം ഗാമയുടെ വാല്യൂ എന്ത് ചെയ്യും? ഇമാജിനറി ആവും. കാരണം മൈനസ് കിടക്കുന്ന ടേമും വലുതും പ്ലസ് കിടക്കുന്ന m π/a ദ ഹോൾ സ്ക്വയർ പ്ലസ് n π/b ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ടേം ചെറുതുമാകുമ്പം ചെറുതിൽ നിന്ന് മൈനസ് വലുത് കൊടുക്കുമ്പോൾ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് വാല്യൂവിൻ്റെ റൂട്ട് എടുക്കുമ്പം എന്താണ്? അത് ഇമാജിനറി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഗാമ ഇമാജിനറി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഗാമ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ജെ ബീറ്റയാണ്. ഇമാജിനറി ആയിട്ടുള്ള ജെ ബീറ്റയാണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗാമ ഈസ് ഈക്വൽ ടു ജെ ബീറ്റയാണ്. അത് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത് അറ്റുനേഷൻ കാണത്തുമില്ല, മറിച്ച് വേവിൻ്റെ പ്രൊപ്പഗേഷൻ നടക്കുകയും ചെയ്യും ഹൈ ഫ്രീക്വൻസിയിൽ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ്? റെക്റ്റാങ്കുലർ വേവ് ഗൈഡ് ഒരു ഹൈ പാസ് ഫിൽറ്റർ ആണ് ഫോർ TM വേവ് എന്ന്. അപ്പോൾ ഇനി കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താണ്? കട്ട് ഓഫ് ഫ്രീക്വൻസി ഇത് ഫ്രീക്വൻസി ബിലോ വിച്ച് അറ്റുനേഷൻ ഒക്കർ ആൻഡ് എബവ് വിച്ച് പ്രൊപ്പഗേഷൻ ടേക്സ് പ്ലേസ്. ഓക്കെ, അപ്പം കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താ? ഫ്രീക്വൻസി അറ്റ് വിച്ച് ബിലോ വിച്ച് അറ്റുനേഷൻ ഹാപ്പൻസ് ആൻഡ് എബവ് വിച്ച് പ്രൊപ്പഗേഷൻ ടേക്സ് പ്ലേസ്. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി അതിൻ്റെ താഴെ അറ്റുനേഷൻ മാത്രമായിരിക്കും, അതിന് എബവ് പ്രൊപ്പഗേഷൻ കാണും. അതിൻ്റെ ഇക്വേഷനാണ് നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെ. ഗാമ സ്ക്വയർ ഈസ് ഈക്വൽ ടു m π/a ദ ഹോൾ സ്ക്വയർ പ്ലസ് n π/b ദ ഹോൾ സ്ക്വയർ മൈനസ് ഒമേഗ സി സ്ക്വയർ ഇൻറ്റു മ്യൂ ഇൻറ്റു എപ്സിലോൺ. ഗാമയുടെ വാല്യൂ 0 ഇട്ട് കൊടുത്തിട്ട് ആ സൈഡിലോട്ട് ഒമേഗ സി സ്ക്വയർ മ്യൂ എപ്സിലോണിനെ കൊടുക്കുക. അപ്പോൾ ഒമേഗ സി സ്ക്വയർ ഇൻറ്റു മ്യൂ എപ്സിലോൺ ഈസ് ഈക്വൽ ടു m π/a ദ ഹോൾ സ്ക്വയർ പ്ലസ് n π/b ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അതിനകത്തുനിന്ന് ഒമേഗ സി ഈസ് ഈക്വൽ ടു 1/√μ എപ്സിലോൺ ഇൻറ്റു റൂട്ട് ഓഫ് m π/a ദ ഹോൾ സ്ക്വയർ പ്ലസ് n π/b ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി ഇതിനകത്തുനിന്ന് ഒമേഗ സി ഈസ് ഈക്വൽ 2πfc കൊടുക്കുന്നു. അപ്പോൾ f ഈസ് ഈക്വൽ ടു 1/2π വരും. ആ 2πയും ഈ m πയുടെയും n πയുടെയും കൂടെയുള്ള പൈയുടെ സ്ക്വയറിൻ്റെ റൂട്ടിന് വെളിയിലെടുക്കുമ്പോൾ ഒരു പൈ കിട്ടും. അത് രണ്ടും കൂടെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് എഴുതുമ്പം നിങ്ങൾക്ക് FC ഈസ് ഈക്വൽ ടു 1/√μ എപ്സിലോൺ ഇൻറ്റു റൂട്ട് ഓഫ് m/a ദ ഹോൾ സ്ക്വയർ പ്ലസ് n/b ദ ഹോൾ സ്ക്വയർ എഴുതാം. അതല്ല എങ്കിലും FC ഈസ് ഈക്വൽ ടു C ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു റൂട്ട് ഓഫ് പൈ ഇട്ട് തന്നെ ചെയ്യാം. പൈ എലിമിനേറ്റ് ചെയ്തും ചെയ്യാം, പൈ ഇട്ടും ചെയ്യാം. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് ഇനി അടുത്ത ലാംഡ സി കട്ട് ഓഫ് വേവ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് വേവ് ലെങ്ത് ഈസ് ദ ഹയസ്റ്റ് വേവ് ലെങ്ത് ബിയോണ്ട് വിച്ച് വേവ് ഈസ് അറ്റുനേറ്റഡ് കംപ്ലീറ്റ്ലി. അപ്പോൾ കട്ട് ഓഫ് വേവ് ലെങ്ത് എന്താ? ഇറ്റ് ഈസ് ഹയസ്റ്റ് വേവ് ലെങ്ത് ബിയോണ്ട് വിച്ച് ദ വേവ് ഈസ് അറ്റുനേറ്റഡ് കംപ്ലീറ്റ്ലി. ഓക്കെ, അതിനാണ് ലാംഡ സി എന്ന് പറയുന്നത്. ലാംഡ സി ഈസ് ഈക്വൽ ടു C ഡിവൈഡഡ് ബൈ FC എന്നാണ്. സിയുടെ വാല്യൂ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ നേരത്തെ ഇക്വേഷനകത്ത് C ഡിവൈഡഡ് ബൈ 2π കിട്ടി. അതിനകത്ത് സിയും ക്യാൻസൽ ചെയ്ത് പോകും. നേരത്തെ പറഞ്ഞ പോലെ പൈ വെളിയിലെടുക്കുമ്പോൾ പൈയും ക്യാൻസൽ ചെയ്ത് കഴിയുമ്പം ലാംഡ സി ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് m/a ദ ഹോൾ സ്ക്വയർ പ്ലസ് n/b ദ ഹോൾ സ്ക്വയർ എന്നാണ്. അതിനെ ആ റൂട്ടിനകത്ത് കിടക്കുന്ന സ്ക്വയറിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് m² b² പ്ലസ് n²a² ഡിവൈഡഡ് ബൈ a² b². അപ്പോൾ ഇതിനകത്തുനിന്ന് a² b²നെ റൂട്ടിന് വെളിയിലെടുക്കുമ്പോൾ AB വരും. ദെർഫോർ ലാംഡ സി m, n ഈസ് ഈക്വൽ ടു 2AB ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് m² b² പ്ലസ് n²a². ഇനി ഡിഫറെൻറ്റ് മോഡ്സ് ആൻഡ് ഡോമിനൻറ്റ് മോഡ്സ് ഓഫ് TM വേവ്. അതായത് ഡിഫറെൻറ്റ് മോഡ്സ് കാണാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ഇക്വേഷനകത്ത് എയ്ക്കും ബിക്കും പകരം ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ലാംഡ സി എയ്ക്കും ബിക്കും വരെ 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 ഇൻറ്റു റൂട്ട് ഓഫ് a² പ്ലസ് b² എന്ന് കിട്ടും. ഇനി ലാംഡ സി 1 എന്ന് പറയുമ്പം എയ്ക്കും ബിക്കും പകരം എമ്മിനും എന്നിനും പകരം എയ്ക്കും ബിക്കും അല്ല എമ്മിനും എന്നിനും പകരം നമ്മൾ 1 കൊടുക്കുന്നു. അപ്പോൾ 2AB ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് b² പ്ലസ് a² കൊടുത്തു. ഇനി ലാംഡ C12 എന്ന് വെച്ചാൽ എമ്മിന് 1ഉം എന്നിന് 2ഉം കൊടുക്കുമ്പം ലാംഡ C12 ഈസ് ഈക്വൽ 2AB ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് b² പ്ലസ് 4a² എന്ന് കിട്ടും. ഇനി എമ്മിന് 2ഉം എന്നിന് 1ഉം കൊടുക്കുമ്പം ലാംഡ 21 ഈസ് ഈക്വൽ ടു 2AB ഡിവൈഡഡ് ബൈ അത് ക്ലിയർ അല്ല റൂട്ട് ഓഫ് 4b² പ്ലസ് a² എന്ന് വരും.
ഓക്കെ, അങ്ങനെ 4 വാല്യൂസും നമുക്ക് കിട്ടും. ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കുറവ് ഡിനോമിനേറ്റർ ഏറ്റവും കുറവായിട്ട് വരുന്ന മോഡാണ് λC11. λC11 ആണ് ഡിനോമിനേറ്റർ ഏറ്റവും കുറവായിട്ടുള്ള മോഡ്. അങ്ങനെ ഡിനോമിനേറ്റർ ഏറ്റവും കുറവായിട്ടുള്ള മോഡ് എന്ന് പറയുമ്പം ആ ഫ്രാക്ഷൻ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് കിട്ടും. അതാണ് λC11. അതുകൊണ്ടാണ് λC11നെ ഹയർ മോഡ് അല്ലെങ്കിൽ ഡോമിനൻറ്റ് മോഡ് എന്ന് പറയും. ഡോമിനൻറ്റ് മോഡ്. ഓക്കെ, λC11നാണ് ഡിനോമിനേറ്റർ ഏറ്റവും ചെറുതായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ മോഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഡോമിനൻറ്റ് മോഡെന്ന് പറയും. ആ മോഡിന് പറയുന്ന പേരാണ് ഡോമിനൻറ്റ് മോഡെന്ന് പറയും. ഓക്കെ, ഇനി ഗേറ്റ് വേവ് ലെങ്ത് എന്താണ്? അപ്പം ഡോമിനൻറ്റ് മോഡ് എന്താ? മോഡ് വിച്ച് ഹാവിങ് വേവ് ലെങ്ത് ഹയസ്റ്റ് വാല്യൂ. ഇനി ഗേറ്റ് വേവ് ലെങ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗേറ്റ് വേവ് ലെങ്ത് ഇസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ടു മേക്ക് എ ഫേസ് ഷിഫ്റ്റ് ഓഫ് -2π റേഡിയൻ ഇൻ എ വേവ് ഗൈഡ്. ഒരു വേവ് ഗൈഡിനകത്ത് ഒരു -2π റേഡിയൻ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കാൻ എടുക്കുന്ന വേവ് ലെങ്ത് ആണ് λg, വിച്ച് ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ബീറ്റ. ഗ്രൂപ്പ് വെലോസിറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വേവ് പ്രൊപ്പഗേറ്റ് ഇൻ എ വേവ് ഗൈഡ്. അപ്പോൾ അതിൻ്റെ വാല്യൂ Vg ഈസ് ഈക്വൽ ടു dω ഡിവൈഡഡ് ബൈ d ബീറ്റ. ഇത് നേരത്തെ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഫേസ് വെലോസിറ്റി ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വേവ് ചേഞ്ച് ഇറ്റ്സ് ഫേസ് വിത്ത് റെസ്പെക്ട് ടു ദ ഗേറ്റ് വേവ് ലെങ്ത് λg. λg അനുസരിച്ച് ഒരു വേവ് അതിൻ്റെ ഫേസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് അതാണ് വി പി എന്ന് പറയുന്നത്. വി പിയുടെ ഇക്വേഷൻ വി പി ഈസ് ഈക്വൽ ടു λg/t ആണ്. അപ്പോൾ ടി ഡിനോമിനേറ്ററിലാണ്, അതിനെ നോമിനേറ്ററിലാക്കുമ്പോൾ λg ഇൻറ്റു എഫ് ആണ്. ഇനി ഈ ഇക്വേഷൻ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ 2π ആണ്. അപ്പോൾ 2π ഇൻറ്റു λg ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ 2π വരും. ഇനി 2π എഫ് വരുവാണെങ്കിൽ ഒമേഗ എന്ന് കൊടുക്കാൻ പറ്റും. അപ്പം ഒമേഗ λg ഡിവൈഡഡ് ബൈ 2π വരും. ഇനി 2π ഡിവൈഡഡ് ബൈ λg ഈസ് ഈക്വൽ ടു ബീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ λg ഡിവൈഡ് ബൈ 2π എന്ന് പറഞ്ഞാൽ 1 ബീറ്റയാണ്. ദെയർഫോർ വി പി ഈസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ ബീറ്റയാണ്. റൈറ്റ്. ഇനി എക്സ്പ്രഷൻ ഫോർ ബീറ്റ, വി പി, വി ജി ആൻഡ് λg ഇൻ ടേംസ് ഓഫ് λc. അതും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു ഇക്വേഷനാണ്. ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ ഒരു കട്ട് ഓഫ് വേവ് ലെങ്തിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പറയാൻ വേണ്ടി ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് അസ്യൂം ചെയ്യാം. ആദ്യത്തെ ഇക്വേഷൻ നേരത്തെ പറഞ്ഞ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ അതേ ഇക്വേഷൻ ഗാമ ഈസ് ഈക്വൽ ടു √m π/a ദ ഹോൾ സ്ക്വയർ പ്ലസ് n π/b ദ ഹോൾ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ അബ്സല്യൂട്ട്. ഈ ഇക്വേഷനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗാമ സ്ക്വയർ ഈസ് ഈക്വൽ ടു m π/a ദ ഹോൾ സ്ക്വയർ പ്ലസ് n π/b ദ ഹോൾ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ അബ്സല്യൂട്ട്. ഇനി ഒമേഗയുടെ വാല്യൂ ഒമേഗ സി ആകുമ്പം നിങ്ങളുടെ ഇക്വേഷൻ എങ്ങനെ വരും? അപ്പോൾ ഗാമയുടെ വാല്യൂ ഗാമയുടെ വാല്യൂ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ഒമേഗ സിയുടെ വാല്യൂ ഒമേഗ സി ആകുമ്പം നമുക്ക് എന്ത് കിട്ടും? ഒമേഗ സി ഈസ് ഈക്വൽ ടു m π/a ദ ഹോൾ സ്ക്വയർ പ്ലസ് n π/b ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നിങ്ങളുടെ മുകളിലത്തെ ഇക്വേഷൻ ഗാമ സ്ക്വയർ ഈസ് ഈക്വൽ ടു m π/a ദ ഹോൾ സ്ക്വയർ പ്ലസ് n π/b ദ ഹോൾ സ്ക്വയറിന് പകരം ഒമേഗ സി സ്ക്വയർ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഗാമ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ സി സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു മ്യൂ എപ്സിലോൺ എന്ന് വരും. ഓക്കെ, അപ്പം വീണ്ടും ഇക്വേഷനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? ഗാമ ഈസ് ഈക്വൽ ടു ജെ ബീറ്റ, ഗാമ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ബീറ്റ സ്ക്വയർ. ദെർഫോർ ബീറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ സി സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിന് വെളിയിൽ മ്യൂ ഇൻറ്റു അബ്സല്യൂട്ട്. കേട്ടോ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം m π/a ദ ഹോൾ സ്ക്വയർ പ്ലസ് n π/b ദ ഹോൾ സ്ക്വയറിന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒമേഗ സി ആണ്. ആക്ച്വലി അത് ഒമേഗ സി അല്ല, ഒമേഗ സി ഇൻറ്റു മ്യൂ ഇൻറ്റു അബ്സല്യൂട്ട് ആണ്. ഒമേഗ സി ഇൻറ്റു മ്യൂ ഇൻറ്റു അബ്സല്യൂട്ട്. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഗാമ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ സി സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു കോമൺ ആയിട്ട് വെളിയിൽ മ്യൂ ഇൻറ്റു അബ്സല്യൂട്ടിന് എടുക്കാൻ പറ്റത്തുള്ളൂ. കേട്ടോ, അത് കറക്റ്റ് ചെയ്തോണേ നോട്ടിനകത്ത്. അതായത് ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ സി ആകുമ്പം എന്താണ്? ഒമേഗ m π/a ദ ഹോൾ സ്ക്വയർ പ്ലസ് n π/b ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ സി ഇൻറ്റു മ്യൂ ഇൻറ്റു അബ്സല്യൂട്ട് ആണ്. ഒമേഗ സി